ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബസ്മതി റൈസ് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വെച്ചുണ്ടാക്കാം. അപ്പോൾ ഞാൻ റൈസ് എടുക്കുന്നത് രണ്ട് കപ്പ് റൈസാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് നിറച്ചെടുക്കുന്നുണ്ട് ബസ്മതി റൈസ്. നമുക്കത് നല്ല വൃത്തിക്ക് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. നമുക്ക് അരമണിക്കൂർ കുതിരാൻ വെക്കണം. 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് അരമണിക്കൂർ കുതിരാൻ വെക്കണം. ഇത് കുറച്ച് വേവുള്ളതല്ലേ ബസ്മതി റൈസ്. അരി കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ആ അരി തിളയ്ക്കുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലിട്ട് കൊടുക്കണം. കൂടെ 1 സ്പൂൺ നെയ്യും ഇച്ചിരി ഉപ്പും ഇട്ട് എടുക്കുന്നുണ്ട്. അരി നമ്മൾ ഒരുപാട് നേരം അങ്ങോട്ട് വേവൊന്നും വേണ്ട, ഒരു 2-3 തിള വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഊറ്റി വയ്ക്കാം. ഒരുപാട് അങ്ങ് വെന്തടിഞ്ഞു പോകാനും പാടില്ല. ഞാൻ അരി മൊത്തവും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഈ വേവ് മതിയാവും. ഒരുപാടങ്ങ് വെന്ത് കുഴയണ്ട. നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഈ പരുവാകുമ്പോൾ ഞാനങ്ങ് ഊറ്റി മാറ്റി വെച്ച്. പിന്നെ ഇത് ആറുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി അതിലോട്ട് മൂപ്പിക്കുന്നുണ്ട് ഞാൻ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഞാനിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഫ്രൈഡ് റൈസിന് അറിയാമല്ലോ, നീളത്തിലായിരിക്കും. ഇച്ചിരി കനത്തിൽ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് വേവുള്ളതാണ് ഞാൻ നോക്കി എടുത്തേക്കുന്നത്. ക്യാരറ്റിന് ഇച്ചിരി വേവുണ്ടല്ലോ. ആദ്യം ക്യാരറ്റ് ഞാൻ 1 by 1 ആയിട്ടാണ് ഇടുന്നത്. ക്യാരറ്റ് ഒന്ന് നിറം മാറി കഴിയുമ്പോൾ ഞാൻ ബീൻസ് ഇടുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് ഞാൻ ലാസ്റ്റ് ഇടുന്നത്. ക്യാബേജിന് വലിയ വേവൊന്നുമില്ലല്ലോ. ക്യാരറ്റിനും ബീൻസിനൊക്കെയാണ് കുറച്ച് വേവുള്ളത്. പിന്നെ 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റാണ് ക്യാബേജ് ചേർക്കുന്നത്. അതുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി വരണം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വേവിക്കാം. ഫ്രൈഡ് റൈസിൽ നമുക്ക് മുട്ട വേണമല്ലോ. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ച് ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അങ്ങനെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കണം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വേവിക്കുന്നുണ്ട്. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു. ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ ബൈമോട്ട് ഓൺലൈൻ ഷോപ്പ്.